എന്താ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല, സുഖം. പണി തെറ്റൊന്നുമില്ല. അപ്പേട്ടൻ ചെന്നിരുന്നത്രേ. മൂപ്പര് വിടാതെ കൂടെ ഉണ്ടല്ലോ. അങ്ങനെ തിരക്ക് കൂട്ടാറൊന്നും ആയിട്ടില്ല. അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. എപ്പോഴായാലും വേണ്ടതല്ലേ. മുഴുവൻ ഹരിദാസന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. എല്ലാം ഒരു ചെറിയ മട്ടത്തിലൊക്കെ മതി. അങ്ങ് നിന്നും സ്വന്തക്കാരാവുമ്പോ വലിയ ഘോഷം കൂട്ടുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇനി എല്ലാം അവനും അപ്പേട്ടനും തന്നെ തീരുമാനിക്കട്ടെ. അതെ. പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഇവിടെ വിശേഷമൊന്നുമില്ല. അമ്മയുടെ കാലിലെ അസുഖം അധികമൊന്നുമില്ലെന്ന് കരുതുന്നു. ഞാൻ പണമൊന്നും അയക്കുന്നില്ല. അവിടെ വിശേഷിച്ച് പണത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. എല്ലാ മാസവും കുറേശ്ശെയായി അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങുവാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പുമമ്മ വന്നിരുന്നു. വീട്ടിലേക്ക് ചെല്ലാൻ നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. ഒരു ഞായറാഴ്ച പോയി വരാം. ബസ്സിന് പോയാൽ അന്നേക്കൊന്ന് മടങ്ങാം. അച്യുതൻ നായർ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ മാറ്റം വന്ന ഒരു ഓഫീസർ ഒരു നമ്പ്യാരാണ്. അച്ഛനെ പരിചയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. വേറെ വിശേഷമൊന്നുമില്ല. സ്വന്തം മകൻ ഹരിദാസൻ. അമ്മായി, അമ്മായി. അല്ല, ഇതായത് ദാസനോ? നീ എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വാ മോനെ. ജോലി സ്ഥലത്ത് താമസമൊക്കെ സുഖമാണോ? ആ, ഒരുവിധം സുഖം. രത്നം, രത്നം, ദാ വരുന്നു അമ്മേ. ഹായ്. നിന്റെ ദാസേട്ടൻ വന്നിരിക്കണോ? ദാസേട്ടൻ തടിച്ചിരിക്കുന്നു. നീ അങ്ങ് മെലിഞ്ഞ് സുന്ദരിയാകാൻ ശ്രമിക്കാണ് അല്ലേ? അപ്പുമാമ എവിടെ? ഇന്ന് വക്കീലിനെ കണ്ടിട്ട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞിറങ്ങിയതാ. കുറച്ച് കഴിയുമ്പോഴേക്കും വരും. ഞാനീ ഒരിക്കൽ വരാം. അതൊക്കെ വെറുതെ പറയാമേ. അച്ഛൻ വന്നിട്ട് പോയാ മതി. ദാസേട്ടൻ, നമുക്ക് ചെസ് കളിക്കാം. മോനെ, ദാസേട്ടന് ശല്യം ചെയ്യാതെ പോയി മേക്കരുത്. കുട്ടിക്കാലത്ത് കണ്ടതാണ് ഈ വീട്. അമ്മാമ മറ്റേ കാര്യം പറയാനാ പ്രത്യേകം വരാൻ പറഞ്ഞത്. ഏത് കാര്യം? രത്നത്തിന്റെ. അതിനകത്ത് വലിയ തിരക്കെന്താ? നിനക്ക് തിരക്കുണ്ടാവില്ല. അവൾക്ക് വയസ്സ് 22 ജോലി ചേർന്ന ഉടനെ ലീവ് എടുക്കുന്നത് ശരിയല്ല അമ്മായി. അതിനെന്തിനാ ഇത്ര ലീവ്? ഒരു ഞായറാഴ്ചയുടെ കൂടെ 1-2 ദിവസം ഉണ്ടായ ധാരാളായി. എവിടെയോ കിടക്കണ ആൾക്കാരൊന്നും അല്ലല്ലോ. ഒക്കെ അമ്മാമ വന്നാ പറയും. രാവിലെ നേരത്തെ അങ്ങ് പോയാൽ മതി. എനിക്ക് ഓഫീസുണ്ട് അമ്മായി. 6:00 ഒരു ബസ്സുണ്ട്. 7:30 ബസ്സിൽ പോയാലും മതി. അഥവാ 8:30 ഫാസ്റ്റിന് പോയാലും കറക്റ്റ് ടൈമിന് ഓഫീസിലെത്താം. ഞാൻ ഷർട്ടും മുണ്ടും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതൊരു പ്രശ്നമല്ല. 6:30 തന്നെ പോവാം. റൂമിലെത്തി കുളിച്ച് ഡ്രസ് ചെയ്ത് പോവാൻ ധാരാളം സമയമുണ്ട്. നീ വന്നോ? ഇരിക്കേ. പോവാൻ നിൽക്കുക. ഞാൻ പറഞ്ഞു രാവിലെ പോവാന്ന്. കുറച്ച് തിരക്കൊക്കെ കാണിക്കണം. തിരക്കില്ലെങ്കിലും അതല്ല ഇന്നത്തെ ഒരു നാട്ടുനടപ്പാണ് മോളെ. ഇനി ധൃതിയില്ലല്ലോ. മുകളിലിരിക്കാം. സ്റ്റീരിയോയിൽ നല്ല റെക്കോർഡ് വെച്ച് പാട്ട് കേൾക്കാം. ഏതായാലും ഇന്ന് പോകാത്ത സ്ഥിതിക്ക് ഈ നാട്ടും പുറക്കൊന്ന് ചുറ്റിക്കണം. ഞാൻ ഇപ്പൊ വരാം.
മെല്ലെ മെല്ലെ സൂക്ഷിച്ചിറങ്ങൂ. എന്തൊക്കെയാണ് ഡിസൈഡ് ചെയ്തത്? മാമ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡിസിഷൻസ്? വാട്ട് ആർ ദ ഡിസിഷൻസ്? അതൊക്കെ സമയം അവൾ അറിയിക്കും. അല്ല, എനിക്ക് ധൃതിയൊന്നുമില്ല. എനിക്കും. കണ്ടിടത്തോളം അമ്മായിക്കാണ് വലിയ തിരക്ക്. നമുക്ക് അങ്ങോട്ട് പോകാം. ഓ, രത്നത്തിന്റെ നാട്ടിലെ അസ്തമയം മനോഹരമായിരിക്കുന്നു കേട്ടോ. Oh, that's too much. A thing of beauty is a joy forever, isn't it? Sure. നല്ല കഥ. ദാസൻ ഇവിടെ കിടന്നോട്ടെ. അനിയനും നീയും താഴത്തെ മുറിയിൽ കിടന്നു. ധൃതി പിടിക്കണ്ട. കിടക്കാറാവുമ്പോ കിടന്നാ മതി. നിന്റെ അമ്മാമ്മക്ക് 10 അടിച്ചാൽ കിടക്കണം. ഞങ്ങളൊക്കെ കുറെ വൈകും. ഉണ്ട്. നേരത്തെ ഉണരൂ. വേണമെങ്കിൽ ഞാൻ 5-നോ 5:30-ക്കോ രാവിലെ വിളിക്കാം. വിളിക്കേണ്ടി വരില്ല. ചിലപ്പോൾ ഞാൻ ഉറങ്ങില്ല. അത് ശരിയായ പ്രണയരോഗികൾക്കല്ലേ, നമുക്കില്ലല്ലോ. ഗുഡ് നൈറ്റ്. ആരാ? ഓ, ദാസേട്ടനോ? ദാസേട്ടന്റെ പഴയ സൂക്കേട് മാറിയിട്ടില്ലേ? കുട്ടിക്കാലത്തെ സ്വപ്നാടനം. വാ, നമുക്ക് ആ റൂമിലേക്ക് പോകാം. അനിയനുള്ളത് വേണ്ട ദാസേട്ടാ, പോയി കിടന്നോളൂ. വാന്ന്. അതിനൊക്കെ സമയമാവട്ടെ. സദ്യ കിലമുറിക്കുമ്പോ അടുക്കള കയറി കട്ട് തിന്നണോ?